Hello friends, welcome back to my channel Arise World. ഞാൻ ഇന്നിവിടെ പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത് പനീർ ഗ്രീൻ പീസ് മസാലയാണ്. ഇത് വളരെ ടേസ്റ്റിയാണ്, അതുപോലെ തന്നെ വളരെ ഈസി ആയിട്ട് നമുക്ക് പ്രിപ്പയർ ചെയ്യാൻ പറ്റുന്ന ഒരു ഗ്രേവിയാണ്. ചപ്പാത്തിക്കൊക്കെ സൈഡ് ഡിഷായിട്ട് കൊടുക്കാൻ പറ്റിയ നല്ലൊരു ഗ്രേവിയാണ്. സോ ഇതെങ്ങനെ പ്രിപ്പയർ ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. പനീർ റോസ്റ്റ് ചെയ്യാൻ വേണ്ടി ഞാനിവിടെ 1 സ്പൂൺ ബട്ടർ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് പനീർ പീസസ് എല്ലാം ഞാൻ അതിലോട്ട് ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ടിത് നല്ലപോലെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. അതിനുശേഷം ആ സെയിം പാനിൽ തന്നെ നമുക്ക് കുറച്ച് എണ്ണ ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് 3 സവാള പൊടിയായി അരിഞ്ഞതൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. കൂടുതൽ വഴറ്റേണ്ട ആവശ്യമില്ല, ജസ്റ്റ് ഒന്ന് വഴണ്ടാൽ മതിയാവും. അതിനുശേഷം 1 സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കാം. അത് നല്ലപോലെ ഒന്ന് വഴറ്റിയ ശേഷം നമുക്ക് ടൊമാറ്റോ കട്ട് ചെയ്തത് ആഡ് ചെയ്ത് കൊടുക്കാം. ടൊമാറ്റോ ഒന്ന് സ്മൂത്തായ ശേഷം നമുക്കിവിടെ 5 കാഷ്യൂ ആഡ് ചെയ്ത് കൊടുക്കാം. എല്ലാം നല്ലപോലെ വഴറ്റി കുറച്ച് നേരം ചൂടാറാൻ വയ്ക്കാം. ചൂടാറിയത് ശേഷം നമുക്കതൊരു ജാറിലോട്ട് ഇട്ട് കൊടുക്കാം. എന്നിട്ട് അതിനൊന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഒരു കടായി പാനിൽ ഞാൻ കുറച്ച് എണ്ണ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. എണ്ണ ചൂടായ ശേഷം ഞാനിവിടെ 1/2 സ്പൂൺ ജീരകം ആഡ് ചെയ്ത് കൊടുത്തു, ചെറിയ ജീരകം. അതിനുശേഷം ഒരു പട്ട, 2 ഗ്രാമ്പു, പിന്നെ ഒരു ബേ ലീഫാണ് ഇവിടെ ആഡ് ചെയ്യുന്നത്. അത് ജസ്റ്റ് ഒന്ന് മിക്സ് ആക്കി കൊടുക്കാം. അതിനുശേഷം 1/2 സ്പൂൺ മുളക് പൊടി, 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലോട്ട് നമ്മൾ അരച്ചു വെച്ച ആ ടൊമാറ്റോ ഗാർലിക് പേസ്റ്റ് ആഡ് ചെയ്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം 1 സ്പൂൺ മല്ലിപ്പൊടി ഞാനിവിടെ ആഡ് ചെയ്യുന്നുണ്ട്. പിന്നെ 1/4 സ്പൂൺ ജീരകപ്പൊടി, 1/4 സ്പൂൺ ഗരം മസാല പൊടി. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഒരു സ്പൂൺ ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി 1 സ്പൂൺ തൈര് ആഡ് ചെയ്ത് കൊടുക്കാം. എല്ലാം നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത ശേഷം നമുക്ക് ഇവിടെ 1 കപ്പ് ഗ്രീൻ പീസ് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്ത ശേഷം നമുക്ക് ഒരു 1/2 കപ്പോളം വെള്ളം ഒഴിച്ച് ആ ഗ്രീൻ പീസിനെ വേവിക്കാൻ വെക്കാം. ഒരു 10 മിനിറ്റോളം വേവിക്കണം. ഗ്രീൻ പീസ് ഇവിടെ നല്ലപോലെ വെന്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് അതിലോട്ട് കുറച്ച് മല്ലിയില ആഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം കുറച്ച് കസൂരി മേത്തിയും കൂടെ നമുക്കിവിടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഫൈനലായിട്ട് നമ്മൾ റോസ്റ്റ് ചെയ്ത് വെച്ച പനീർ ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായി മിക്സ് ചെയ്ത ശേഷം ഒരു 2 മിനിറ്റോളം ഒന്ന് അടച്ച് വേവിക്കാൻ വയ്ക്കാം. അപ്പോൾ ഇവിടെ പനീർ മട്ടർ മസാല അല്ലെങ്കിൽ പനീർ ഗ്രീൻ പീസ് മസാല ഇവിടെ തയ്യാറായി കഴിഞ്ഞിരിക്കുകയാണ്. ഇത് വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് തയ്യാറാക്കിയെടുക്കാം. ചപ്പാത്തി, റൊട്ടി, ദോശ എന്നിവയ്ക്കൊക്കെ വളരെ മാച്ചായിട്ടുള്ളൊരു കറി കൂടിയാണ്. അപ്പോൾ നിങ്ങൾക്കെല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായാൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ടു മൈ ചാനൽ. ഓക്കെ, സീ യു ദ നെക്സ്റ്റ് വീഡിയോ. ടിൽ ദെൻ ബൈ, ടേക്ക് കെയർ, ഹാവ് എ നൈസ് ഡേ.